അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മ നിറഞ്ഞ ഈദ് മുബാറക്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഓടാണ്, ഫോട്ടോ എടുക്കാനൊന്നുമല്ല, നേരെ കിടന്നുറങ്ങാനാണ്. പെരുന്നാളും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് സോഫയിലൊന്നും ഓടി ഇരിക്കണം. ഇനിയിപ്പം ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പെരുന്നാൾ തീർന്നു. ഇതാണ് പ്രവാസികളെ പെരുന്നാൾ. നാട്ടിലാണെങ്കിലോ നിസ്കാരം കഴിഞ്ഞ് നേരെ ചങ്ങായിമാരുടെ അടുത്ത് പെരയ്ക്ക് പെര കഴിഞ്ഞ് നേരെ ചങ്ങായിമാരുടെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി പായസം കുടിച്ചാൻ പോവുക. വീട്ടിൽ നിന്ന് പായസം വേറെ, അങ്ങാടികളിലേക്ക്, ടൗണുകളിലേക്ക്, സ്വീകരണ സ്ഥലങ്ങളിലേക്കുള്ള പോക്ക്. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ചാടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് എല്ലാം ഖലാസ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എണീക്കണം. ഉറങ്ങിയാൽ തടില്ലേ ഉറക്കത്തിന് വെച്ചിട്ട് കണ്ണുമുറക്കാം. പോയിട്ട് നല്ല ചായ അടിച്ച് കഴിഞ്ഞാൽ പവറാവും. ആ പവർ ഉണ്ടെങ്കിൽ ഉറങ്ങാണ്ട് തീർക്കാം, അല്ലേ ഉറങ്ങും. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പ്ലാനൊന്നുമില്ല. ഈ പ്ലാൻ ഉണ്ടാവുമെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ. സോ ലെറ്റ്സ് സീ. അങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെ ഞങ്ങളുടെ ആദ്യത്തെ ഇറക്കം ചായ കുടിക്കാൻ. ചൂടില്ല, ഞാനുണ്ട്, അതുണ്ട്. അതോ ഇത് ബാറക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ ഇല്ലേ? തിരക്കാണോ? റേഷൻ പിടി പോലത്തെ കണക്ക് അതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പോ. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറ്. അപ്പൊ ഇന്നും ഇപ്പൊ എന്തായിരിക്കും ലാൻസ്. ഹലോ ബോസ്, ഈദ് മുബാറക്. വലൈക്കും അസ്സലാം. നിങ്ങൾ കുനിയേണ്ടി വരും. മനസ്സിലായല്ലോ. അങ്ങോട്ട് നോക്കടാ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. മിക്കവാറും നമ്മളെ സ്ഥലം മാറ്റേണ്ടി വരും, മാറി പോട്ടി വരും. അബ്ദു ചിലപ്പോ അവിടെ കുത്തിറക്കുന്നുണ്ടാവും ഓൾറെഡി. കണ്ടിട്ട് തിരക്കാവുന്നുണ്ട്. ഇപ്രാവശ്യം വാച്ച് മേടിക്കാൻ മറന്നു. കൈമ വാച്ചില്ല, എൻ്റെ വാച്ച് പള്ളി പോയി കഴിഞ്ഞ ആഴ്ച ചുമക്കോയപ്പോ. ഇത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരെ ഈ ലോകത്തുണ്ടാവും തോന്നുന്നില്ല. പെരുന്നാക്കും ഡ്യൂട്ടി പോണ ആൾക്കാർ പോയി വരല്ലേ? എങ്ങനെ? ആ കിട്ടും കിട്ടും കിട്ടും. ഇങ്ങോട്ടോക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടാളും ചെരുപ്പും ഷൂ ആവാൻ കാരണം എന്താ? ഞാൻ ആദ്യം ഷൂവിൽ ഇട്ടിട്ട് തന്നെ വന്നില്ല. വാമക്ക് ചായ കുടിക്കാം. നല്ല ഫോട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ മധുര പലഹാര ചായ എത്തിരിക്കുകയാണ്. ഖത്തറിലൊന്നും പോണ്ടേ? ഞാനൊരു പ്ലാനിങ്ങിനും ക്ലൂനിങ്ങിനും ഞാനില്ല. പിന്നെന്ത് കഥ? ജിമ്മിനൊക്കെ ഉണ്ടോ? മസിലൊക്കെ വളർന്നല്ലോ. എനിക്ക് മുട്ട, 2 മുട്ട, ചിക്കൻ കറി, പിന്നെ മുട്ടക്കറി, ഒരു മുട്ടക്കറി, ഒരു ഗ്രീൻ പീസ് കൊടുക്കും. അതിലേക്ക് നല്ല പട്ടാണിക്കടല്, ഇവിടെ പൊറാട്ടിക്കെല്ലാം മുട്ടക്കറി. അടുത്തതായിട്ട് ഫോട്ടോഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ്. പോലീസ് ചെയ്യുന്നുണ്ട്, പോലീസ് ഇന്ന് പോലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അബു നിന്നെ കുറച്ച് കുറ്റം പറഞ്ഞു. നീ അബുവിനെ കാണുകയാണ്. അല്ലല്ല, നീ അബുവിനെ കാണുകയാണ്. അപ്പൊ നീ എങ്ങനെ അബുവിനോട് പ്രതികരിക്കും? മുഖത്തേക്ക് പ്രതികരിക്കണം, ജസ്റ്റ് പ്രതികരിക്കും. അങ്ങനല്ല, എന്തായാലും അത് എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്നല്ലേ? എങ്ങനെ പറ? ഓ ചോദിക്ക്, അത് ചോദിക്ക, അഭിനയിക്കത്. അത് എങ്ങനെ അഭിനയിച്ച് കാണിക്ക്. ഓനോട് എങ്ങനെയാ ചോദിക്കുന്നുള്ളു? പിന്നെ പെരുന്നാളിന് വേർമട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലാണ്ട് പോ. ഞാൻ ഒരു ഇന്നർ വാങ്ങാൻ പോയത്. നമുക്ക് അടുത്ത് ഇന്നർ ബാങ്ക് ഇതില്ലേ, നല്ലോണം ഉറങ്ങിയ ആദ്യത്തെ പെരുന്നാളാണിത്. അങ്ങനെ ഉറങ്ങിയിട്ടില്ലേ? മുന്നൊക്കെ ഉറങ്ങിയിട്ട് പെരുന്നാൾ നിസ്കാരം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്രയോ നന്നായി. ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന സ്ഥലമാണ് കേട്ടോ, കാസർഗോഡിന്റെ അടുത്ത്. സൗണ്ട് പൊട്ട്. മോനെ ഫോട്ടോ എടുത്ത് അമ്മ ഇത് ചെരുപ്പൂട്ട് നടക്കുന്നുണ്ട്. തിരിഞ്ഞിക്ക് അങ്ങനല്ല, ബോഡി തിരി.
അങ്ങനെ തിരി. അതെന്ത് പോസ്? സ്ട്രൈറ്റ് നോക്കിയ ക്യാമറമക്ക്, ആ ക്യാമറമക്ക് കിട്ടില്ല സെൽഫി ഇങ്ങോട്ടേക്കോ എല്ലാരും ഫോട്ടോ എടുക്ക്. പുതിയ ഷർട്ടൊക്കെ ഇട്ട് പെണ്ണുങ്ങൾക്ക് കുട്ടിയൊക്കെ അയച്ചു കൊടുക്കണ്ടേ? ഇനിയിപ്പോ ചൂടാൻ പറ്റില്ലാടാ. അല്ലെങ്കിലും ഇങ്ങക്ക് തീരെ ഒരു കഥല്ലേ? ആദ്യമായി ചിന്തിക്കണം ഷൂട്ടിട്ട് പോണെന്ന്. അല്ലെങ്കിൽ ഈ പെരുന്നാൾക്ക് പള്ളിക്കൊക്കെ ഷൂടാണ്ട് ആദ്യം പോവോ? അവിടെ ഇങ്ങ് നോക്കിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ ഇങ്ങ് നോക്കിക്കുന്നത് എന്താണെന്നറിയോ? അപ്പോൾ ഓൻ്റെ മറ്റേ ഫോട്ടോ നല്ല ഫോട്ടോ കിട്ടുമ്പോൾ അതേ മാതിരി ഒന്നുകൂടി ഫോട്ടോ എടുക്കട്ടെ, ഷൂ ഒക്കെ ഞാൻ പിന്നെ ഡ്രസ്സ് എടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മൂടില്ല ഫോട്ടോ എടുക്കാൻ. കന്തൂർ തന്നെയല്ലേ, എത്ര കന്തൂറിട്ട് എത്ര ഫോട്ടോ ആണ്. സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നത് ധാരാളം. അൽഹംദുലില്ലാ. ഇതെന്താണ് സ്ലോ മോഷൻ? അപ്പുറം പോയി നിൽക്കണ്ടല്ലോ. അതാ ഞാൻ നടന്നിട്ടായിരുന്നു സ്ലോ മോഷൻ. മോനെ ആറ്റിറ്റ്യൂഡ് ഇങ്ങോട്ട്, ആറ്റിറ്റ്യൂഡ്. ഈദ് മുബാറക്. നെയ്ച്ചോറ് അരച്ചു കയറിയോ? ഓ അപ്പൊ എന്താ ഞങ്ങളൊന്നും വിളിക്കാത്തെന്താ? ഇന്ത്യക്ക് കൊണ്ടുവരില്ലേ? നമ്മളെ വിളിക്കണം. എന്റെ അഭിപ്രായത്തില് മട്ടമന്തി ഉണ്ടാവോ? അതോ ഉച്ചക്ക് ചോറില്ല, അത് ചോറുണ്ട്. അതിനടുത്തിട്ട് നേരെ അപ്പുറത്ത് കൊടുക്കും. തേങ്ങാണ് ഈ റോട്ടുമ്പോ നിർത്താൻ തന്നെ പോയി. അപ്പോൾ ഇതായിരുന്നു പെരുന്നാൾ ദിവസം നമ്മുടെ രാവിലത്തെ പരിപാടി. ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.